ഇപ്പൊ തന്നെ നിന്റെ ശക്തി ഞാൻ തെറിപ്പിച്ചു കളയും. അയ്യോ, എന്റെ ചോളം. ചിലപ്പോ പാമ്പ്, ചിലപ്പോ ലോലിപോപ്പ്. ഇവിടെ എന്താ നടക്കുന്നത്? ബണ്ടി, എന്താ പറ്റിയത്? നീ എന്തിനാ മോനെ കരയുന്നത്? സാർ സാർ സാർ, എന്റെ വിളവുകളെല്ലാം പാമ്പാകുന്നു സാർ. ചിലപ്പോൾ അത് ലോലിപോപ്പായി മാറുന്നു സാർ. ഇതെല്ലാം ചെയ്തത് ആ വീറാണ്. അവനായിരിക്കും ആ പാമ്പിന്റെ ലോലിപോപ്പിന്റെ വിത്ത് കൊണ്ടേ വെച്ചത്. ചിണ്ടു, അതെല്ലാം എത്ര പെട്ടെന്ന് ശരിയാക്ക്. പെട്ടെന്നാവട്ടെ. ബണ്ടി, പാമ്പിനും ലോലിപോപ്പിനും ഒന്നും വിത്തില്ല. നിന്റെ വിളവുകളെല്ലാം നന്നായിട്ടുണ്ടല്ലോ. കൊള്ളാം ബണ്ടി, കൊള്ളാം. ഷെടാ ബണ്ടി, അത് പാമ്പല്ല, പേടിക്കണ്ട കേട്ടോ. കുട്ടികളെ, നിങ്ങളുടെ വിളവുകളെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. പക്ഷെ അതിനെ പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കാനായി നിങ്ങൾ എല്ലാവരും ഒരു സ്കെയർ ക്രോ ഫിക്സ് ചെയ്ത് വെക്കണം. വീറും ബണ്ടിയും ചെയ്ത് കണ്ടില്ലേ, അതുപോലെ. എല്ലാരും പോകൂ, പോയി നല്ല ഒരു സ്കെയർ ക്രോ ഉണ്ടായിക്കൊണ്ടോ. അത് കാണുമ്പോൾ പക്ഷികൾ വിചാരിക്കും മനുഷ്യൻ നിപ്പോണ്ടെന്ന്. അപ്പോൾ അവർ നിങ്ങളുടെ കൃഷിഭൂമിയിലുള്ള ഒരു വിളവുകളും നശിപ്പിക്കില്ല. ചിണ്ടു, നീ ഇനി കൃഷിഭൂമിയിൽ വന്ന് എന്തെങ്കിലും മാജിക് കാണിച്ചാണ്ടല്ലോ. ദേ നോക്കിക്കേ, ഈ കോമ്പറ്റീഷൻ തീരുന്നത് വരെ നീ ഈ പരിസരത്ത് വരരുത്. ഞാൻ പോകാം. ഞാൻ നിന്നെ ഒന്ന് സഹായിക്കാൻ വന്നതാ. ഇനി ഞാൻ അത് ചെയ്യില്ല. ബോസ്, ഇത് കണ്ടോ ബോസ്? ഞാൻ വീറിന്റെ കൃഷിഭൂമിയിൽ നിന്ന് ഈ സ്കെയർ ക്രൂവിനെ പൊക്കിക്കൊണ്ടുവന്നിരിക്കുക. എങ്ങനെയുണ്ട് ബോസ്? ഇപ്പൊ അവന്റെ വിളവുകൾ മൊത്തം ഏതെങ്കിലും കിളികൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ടാകും. ഇതാണ് ടിംബക്ടുവിന്റെ പ്രതികാരം. ഇത് റിവെഞ്ച് ഓഫ് ടിംബക്ടു. ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യടാ. ഞാൻ ഈ സ്കെയർ ക്രോനെ ഒരു റോബോട്ടാക്കി മാറ്റാൻ പോവാ. പിന്നെ അവന്റെ കൂടെ 2-3 റോബോട്ടിന് വേറെയും അയച്ചേക്കാം. നീ അവനെ വീറിന്റെ കൃഷിഭൂമിയിൽ കൊണ്ടുപോയി ആക്കിയാൽ മതി. അതിനുശേഷമുണ്ടല്ലോ, എന്റെ സ്കെയർ ക്രോ റോബോട്ട്സ് വീറിനെ വകവരുത്താതിരിക്കില്ല. സ്കെയർക്രോനെ കണ്ട് കാക്കകളെല്ലാം പേടിക്കേണ്ടതാണല്ലോ. പക്ഷെ അതൊന്നും പേടിക്കുന്നില്ലല്ലോ. ഹുഷ് ഷു ഷു ഷു. ഇപ്പോൾ വീർ ഇവിടേക്ക് വരട്ടെ. അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. You are welcome. നീ എന്റെ വലയിൽ കുടുങ്ങിയത് തന്നെ. വീർ, വീർ.
ശരിക്കും ഇഷ്ടായോ കുട്ട? നിനക്ക് സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എനിക്കിപ്പോ പേടിയാകുന്നു. എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. പ്ലീസ് റോബോ ബോയ്, രക്ഷിക്ക്. ഇതിനുശേഷം നീ ഏതെങ്കിലും ഏലിയനെ പിടിക്കോ? പറയേ. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. പ്ലീസ്, ഇനി ഞാൻ പിടിക്കില്ല. എന്നെ വിട്ടേക്ക്. ചിണ്ടു, നീ ചെയ്തത് ഭയങ്കര മോശാ. ഇനി നീ ആരെയും പേടിപ്പിക്കാൻ പാടില്ല, കേട്ടല്ലോ? എന്നെ വിട്ടേക്ക്. നീ ആരാ? ഏത് പ്ലാനറ്റിന്നാ വന്നിരിക്കുന്നേ? എന്റെ പേര് ടൂട്ടു എന്നാ. ഞാൻ ടട്ടൽ പ്ലാനറ്റിന്റെ പ്രിൻസ് ആണ്. ട്രോസൺ എന്നെ അറസ്റ്റ് ചെയ്ത് അവൻ രാജാവാകാൻ വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് എന്റെ ബോഡി ഗാർഡ്സ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയതാ. ഇനി നിന്നെ ടോസൻ ഒരിക്കലും ഒന്നും ചെയ്യില്ല. നീ ഭയങ്കര ടയർഡിലാന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ലോണം ഉറങ്ങിക്കോ. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ചേട്ടാ എന്താ ഇതൊക്കെ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൻ വന്നു വീർ. ട്രോസൺ വന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിനക്കൊന്നും സംഭവിക്കില്ല. നമ്മുടെ റോബോ ബോയ് എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു അപകടവും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ എല്ലാ പ്രശ്നത്തിനും കാരണം ആ റോബോ ബോയ് ആണ്. ആരാണ് എന്നെ അടിച്ചത്? ഏതവനാണ് ഈ കുട്ടിയും കോലും കളിക്കുന്നത്? ഇതൊക്കെ എന്റെ തലമുണ്ടക്കിട്ടാണോ എറിയുന്നത്? വോൾക്കാനോയിൽ നിന്ന് പുക പുറത്തു വരുന്നുണ്ടല്ലോ. ഈ വോൾക്കാനോ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഈ ഫുർസത് ഗഞ്ച് മൊത്തം തകർന്നു പോകും. എത്രയും പെട്ടെന്ന് ഈ ഫുർസത് ഗഞ്ച് വിട്ട് ഓടി രക്ഷപ്പെടുന്ന ആ ബുദ്ധി. ചിണ്ടു, വേഗം ചെന്നാ വോൾക്കാനോയെ ക്ലോസ് ചെയ്യ്. വേഗം ചെയ്യ്. അക്കിടം പക്കിടം ആലം ഫാലം തികിടം തികിടം ദം ദമാദം. ഏയ് അത് കണ്ടോ? വോൾക്കാനോയെ ആരോ സ്റ്റോപ്പ് ചെയ്ത് ഗിഫ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഏതുതരം മാജിക്കാ? ചിണ്ടു, മാജിക്ക് പിൻവലിക്ക്. എല്ലാം നേരത്തെ പോലെ നോർമൽ ആക്ക്. ഞാൻ എന്ത് ചെയ്താലും നീ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. എത്ര നല്ല ഗിഫ്റ്റ് റാപ്പാ ഞാൻ ചെയ്തത്. ഈ വോൾക്കാനോ എങ്ങനെയാ ബ്ലാസ്റ്റ് ചെയ്യുന്നെന്ന് ഞാൻ അടുത്ത് ചെന്ന് നോക്കിയേ പറ്റൂ. ഈ ഏരിയയിൽ 1000 വർഷം കഴിഞ്ഞിട്ടും ഒരു വോൾക്കാനോ പോലും ഇതുവരെ ബ്ലാസ്റ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പൊ വരാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. X-ray vision on. അപ്പൂപ്പ, ഈ വോൾക്കാനോയുടെ അടിഭാഗത്ത് എന്തോ ഒരു ഗാഡ്ജറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇമേജ് അപ്പൂപ്പൻ ഇപ്പൊ അയച്ചു തരാം. ആ ഗാഡ്ജറ്റ് വോൾക്കാനോയുടെ അടിയിലിരുന്ന് ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായും മാഡ് മാക്സിന്റെ ചതി തന്നെയാണ്. നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറി നിൽക്കുമോനെ. അത് നിൽക്കുന്നില്ല. കുട്ടികളെ ആദ്യം വേഗം പുറത്തേക്ക് വിട്. വേഗം വേഗം. അങ്ങോട്ട് നോക്ക്, ഒരു വലിയ കല്ല് ബസ്സിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നു. ഓടിക്കോ ഓടിക്കോ.